ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിലും യോഗാ ദിനം ആഘോഷിച്ചു. NCC കുട്ടികളുടെ യോഗ പ്രദർശനവും യോഗ സംഗീത സമന്വയവുമായി നടത്തിയ ആഘോഷം ഏറെ ആസ്വാദ്യകരമായി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും തത്വമസി യോഗ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനും കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജുമായ PM സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. കഴിഞ്ഞ 15 വർഷമായി നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ആഘോഷിച്ചു വരുന്നുണ്ട്, ആചരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റും എല്ലാവരും തന്നെ അറിവുള്ളവരാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത പ്രഭാഷണത്തിലുപരി പ്രസന്റേഷനാണ്. ചടങ്ങിൽ സീനിയർ സിവിൽ ജഡ്ജ് ബിജു അധ്യക്ഷനായി. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദിനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആരോഗ്യ സുരക്ഷ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ചുള്ള അവഗാഢമായ ഒരു ധാരണ എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ്. പക്ഷെ പലപ്പോഴും മതാത്മകമാണ് ഇത് എന്ന് വരുന്നത് ഒരിക്കലും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുചിതമല്ല എന്ന് നാം കരുതണം. കാരണം ഇത് ഇന്ത്യൻ ഈ യോഗ എന്ന് പറയുന്ന പദം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. യോഗ എന്ന് പറയുന്ന പദം തന്നെ സംസ്കൃതത്തിലുണ്ടായതാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി യോഗ ചെയ്ത ഒരു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. നിങ്ങൾ പത്രം കണ്ട് നിങ്ങളൊരു ക്ലർക്ക് അസോസിയേഷൻ സെക്രട്ടറി ശശീന്ദ്രൻ ആശംസ നേർന്നു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി മോഹനൻ സ്വാഗതവും പോക്സോ കോടതി ബെഞ്ച് ക്ലർക്ക് പ്രതീഷ് നന്ദിയും പറഞ്ഞു. തുടർന്നാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും ഒപ്പം മ്യൂസിക് യോഗയും അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.